തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായുള്ള ബി.ജെ.പി. മേഖലാ യോഗങ്ങൾ തുടങ്ങി. സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. A+ മണ്ഡലങ്ങളിൽ പ്രത്യേക യോഗം ചേരും. തിരുവനന്തപുരത്ത് പ്രധാന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി തീരുമാനമായി. BDJS ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകളുടെ കാര്യത്തിലും മേഖലാ യോഗങ്ങളിൽ തീരുമാനമാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനാണ് ബി.ജെ.പി. നീക്കം. ഇതിന്റെ ഭാഗമായുള്ള മേഖലാ യോഗങ്ങളാണ് ആരംഭിച്ചത്. സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് പങ്കെടുക്കുന്ന യോഗങ്ങളാണ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേഖലായോഗം പൂർത്തിയായി. തിരുവനന്തപുരം മേഖലായോഗമാണ് ഇന്ന് ചേരുന്നത്. നേരത്തെ തീരുമാനിച്ച A+ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ചർച്ചകളാണ് മേഖലായോഗങ്ങളിൽ നടക്കുന്നത്. RSSന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയം. പ്രധാന നേതാക്കൾ മത്സരിക്കേണ്ട മണ്ഡലങ്ങളുടെ കാര്യത്തിൽ നേരത്തെ തീരുമാനമായിട്ടുണ്ട്. T20 BDJS ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകളുടെ കാര്യത്തിലും മേഖലായോഗങ്ങളിൽ തീരുമാനമെടുക്കും. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്താണ് ഇത്തവണ മത്സരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടവരുടെ കാര്യത്തിൽ ബി.ജെ.പി. തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്ത് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കരമന ജയനും സ്ഥാനാർത്ഥികളാകും. മത്സരത്തിനില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും R. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകും. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശ്രീലേഖയെ അനുനയിപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് മുൻ അധ്യക്ഷൻ V. മുരളീധരൻ തന്നെയാകും സ്ഥാനാർത്ഥി. ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ B.L. സന്തോഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും. ചില മണ്ഡലങ്ങളിൽ സസ്പെൻസ് സ്ഥാനാർത്ഥികൾക്കും സാധ്യതയുണ്ടെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. മീഡിയ 1 തിരുവനന്തപുരം.